ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഇറാനിലാണ്. ഇറാനിലെ ഇഷ്ഫഹാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സമയം രാവിലെ 10 മണി. ഇവിടെ കാക്കിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഇന്നുള്ളത് മിസ്റ്റർ അലക്സ്. ഈസ് ഫ്രം ഓസ്ട്രേലിയ ആൻഡ് ഈസ് റൈഡർ. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് റോഡ് മാർഗം എന്ന് വെച്ചാൽ ഈ റോഡ് മാർഗം എന്ന് പറഞ്ഞാലും കപ്പലിൽ കയറ്റേണ്ട അടുത്ത് കപ്പലിൽ തന്നെ കയറ്റണം കേട്ടോ. ഓസ്ട്രേലിയയിൽ നിന്ന് അദ്ദേഹം ടിമോർ ലെസ്റ്റിലേക്ക് ഷിപ്പ് ചെയ്തു. അവിടുന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് ഷിപ്പ് മാർഗം മലേഷ്യയിൽ നിന്ന് റൈഡ് ചെയ്തിട്ട് ഇന്ത്യ പാകിസ്ഥാനൊക്കെ വഴി ഇവിടെ ഇറാനിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹവും ഞാനും ഒരുമിച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇഷ്ഫഹാൻ വരെ റൈഡ് ചെയ്യുന്നത്. സോ നമ്മളിന്നൊരു സിറ്റി ടൂറിന് പോവുകയാണ്. ജസ്റ്റ് നടന്നിട്ട് കാണാൻ വേണ്ടി. ഇതാണ് നമ്മൾ നടക്കുന്ന ഒരു ലൊക്കേഷൻ. ഈ വലത്തെ സൈഡ് കാണുന്ന ഒരു ക്രിസ്ത്യൻ കത്തീഡ്രലാണ്. കുറേ പഴയ കാലത്തുള്ള ക്രിസ്ത്യൻസിൻ്റെ പള്ളിയാണ്. ഇവിടെ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ എന്നതിന് തെളിവാണ് കിട്ടിയത്. പിന്നെ ഒരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. നമ്മൾ താമസിച്ച റൂം എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെയാണെന്ന് കേട്ടോ തോന്നുന്നത്. കാരണം 10:30 മണിയായിട്ട് ഇവിടെ ആൾക്കാരൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ ടൂർ ഗൈഡിനെ നോക്കിയപ്പോൾ അവർ 1 മണിക്ക് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു. ഉച്ച മുതലാണ് ഇവിടുത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കത്തീഡ്രലിൻ്റെ ബിൽഡിംഗ് തന്നെയാണ്. ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ള ഷോപ്പുകളും പിന്നെ നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മളിപ്പം ടാക്സിയിലാണ് പോകുന്നത്. പിന്നെ ഇറാനിക്ക് ആയതിനു സാധ്യമായിട്ടാണ് ടാക്സി. കാരണങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേരും ബൈക്ക് എടുത്ത് പോക്ക് നടക്കുമല്ലോ. പിന്നെ ടാക്സി കുറച്ചും കൂടി കംഫർട്ട്. ഇവിടുത്തെ തണുപ്പിൽ ഇപ്പോൾ വണ്ടി അവിടെ സേഫായിട്ട് വെച്ചിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് കറങ്ങാൻ ചൊല്ലുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് നഹാൻജ് സ്ക്വയർ എന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ടൂറിസ്റ്റ് മാപ്പിൽ എവിടെ നോക്കിയാൽ ഇഷ്ഫഹാൻ്റെ മെയിൻ കേന്ദ്രമായിട്ട് കാണുന്നത് പിന്നെ ആ ഒരു സ്ക്വയർ ആട്ടോ. ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് ടാക്സിയിലേക്ക് പോകും. പിന്നെ വേറെ കാര്യം, പൊതുവേ ഞാനൊക്കെ അറിഞ്ഞിരുന്നത് ഇറാനിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ല. അവർ മൊത്തം മൂടിക്കെട്ടി തല മൊത്തം മറച്ച് അങ്ങനെയൊക്കെയാണ് അവർ ഇവിടെ ജീവിക്കുന്നത്. അവർക്കൊന്നും സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഞാൻ ഇവിടെ കണ്ട തികച്ചും വ്യത്യസ്തം കേട്ടോ. കാരണം അവരിവിടെ ജോലി ചെയ്യുന്നു, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അവരുടെ വസ്ത്രധാരണമായിക്കൂടെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നല്ല പാൻറ്റും ടോപ്പൊക്കെ ഇട്ട് നല്ല സ്റ്റൈലും വസ്ത്രമാണ്. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തണുപ്പ് കാലാവസ്ഥയ്ക്ക് ആണെങ്കിൽ അവർ മുഖമൊക്കെ മറക്കും. പിന്നെ തണുപ്പിലാണ് മെയിനായിട്ട്. പിന്നെ വസ്ത്രത്തിൻ്റെ മുകളിൽ ജാക്കറ്റൊക്കെ ഇടുമെന്നല്ലാതെ അവർക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളില്ല കേട്ടോ. നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ പറയുന്ന ഓരോ തെറ്റുകൾ നമ്മളെടുത്ത് നമ്മുടെ തലയിൽ സേവ് ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ സേവ് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിക്കണം. ഇവിടെ ഞാൻ കണ്ടെടുത്തോളം ഇവിടെ സ്ത്രീകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് എല്ലാ ഫ്രീഡവും ഉണ്ട്. എല്ലാ മേഖലയിലും അവർ കൈകടത്തുന്നുണ്ട്. ഈവൻ വണ്ടി വരെ ഓടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ നെക്സ്റ്റ് ജഹാൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ക്വയറിലെത്തി. അപ്പോൾ വന്നപാട് ഞാൻ കയറുമ്പോൾ കണ്ടത് ഇവിടെ ഇറാൻ്റെ സ്റ്റാമ്പുകളും അതുപോലെ ഈ ഫ്ലാഗൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിന് $1, 60 രൂപയാണ് ഇതിൻ്റെ വില. പിന്നെ ഇവിടുത്തെ 1.5 ലക്ഷം രൂപ. പിന്നെ കാരണം ഏത് രാജ്യത്ത് പോയാലും നമ്മൾ എന്തെങ്കിലും ഒരു മെമ്മറി സൂക്ഷിക്കണം. അപ്പോൾ ചെറിയ പൈസക്ക് വാങ്ങാൻ കിട്ടുന്നത് ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും ചെറിയ പൈസക്ക് വാങ്ങേണ്ട സാധനം എന്ന് പറയുന്നത് ഈ ഒരു മാഗ്നറ്റ് ആണോ. എൻ്റെ എല്ലാ കൺട്രിയിലെ വീഡിയോസിലും ഈ മാഗ്നറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇറാനിൽ നിന്നും നമ്മൾ ആ മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കാണണമെന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി കേട്ടോ. ഇവിടെ ഒരുപാട് ബാഗുകൾ, ലെതർ ബാഗ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഡിസൈനർ ബാഗ്സാണ്. താങ്ക് യു. ഡിസൈനർ ബാഗ്സാണ്. ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാരിക്കോരി എടുക്കാൻ പറ്റുന്ന മുതലുണ്ട് കേട്ടോ. ഇവിടെ മൊത്തത്തിൽ പേഴ്സുകൾ ഉണ്ടോ. നിങ്ങൾ വിചാരിക്കുന്നു ഷാക്കിർ പോ ഇങ്ങനെ എന്നാൽ പിന്നെ വൈഫിന് വാങ്ങിക്കൂടെ? അത് അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എൻ്റെ അടുത്ത യാത്ര ഞാൻ ഒരുമിച്ചിട്ട് ഞാനും എൻ്റെ ഫാമിലിയുടെ കൂടെ കേട്ടോ. അതും ഞങ്ങളൊരു വാഹനത്തിൽ ലോകം മുഴുവൻ ചുറ്റാൻ പോകുന്നതാണ്. ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഈ ട്രിപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടിയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ട്രിപ്പ് കഴിഞ്ഞാൽ മാത്രമേ ആ ട്രിപ്പിൻ്റെ കാര്യത്തിൽ കിടക്കൂ കേട്ടോ. അപ്പോൾ അതൊരു സർപ്രൈസാണെന്ന് കിടക്കട്ടെ. ചെറിയൊരു സൂചന തരാം. അടുത്ത യാത്ര ഞാൻ പോകുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളുമായിട്ട് ഒരു വണ്ടിയിൽ. ആ വണ്ടിയുടെ പേരാണ് കാരവാൻ. നമ്മളിവിടെ എത്തി. ഇതാണ് ഈ സ്ക്വയർ കേട്ടോ. ജഹാൻ ഹേ സ്ക്വയർ എന്നുള്ള സ്ഥലമാണിത്. പേര് പോലെ തന്നെ വലിയ ഒരു ചതുരം എന്ന് വെച്ചാൽ സമചതുരമല്ല. പിന്നെ 16:9 ഒക്കെ വരുന്നില്ല. നമ്മൾ ഈ യൂട്യൂബിൻ്റെ ഒക്കെ ഡിസ്പ്ലേ സൈസിൽ വരുന്ന പോലെ വീതി കുറവും നീളം കൂടുതലും കണ്ടോ. അതാണ് ഈ മുമ്പ് കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പേരാണ് ഷെയ്ഖ് ലോട്ട്ഫുള്ള മോസ്ക് എന്നാണ് ഈ പള്ളിയുടെ പേര്. ഇത് സുന്നി മസ്ജിദ് അല്ല, ഇതും ഷിയാ മസ്ജിദാണ്. ഭയങ്കര ഹിസ്റ്റോറിക്കൽ പ്ലേസാണിത്. ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ. ഇത് സ്കൂൾ കുട്ടികൾ ടൂർ വന്ന പോലെ കേട്ടോ. എൻ്റെ മകന് കഴിഞ്ഞ ദിവസം കണ്ണൂരൊക്കെ ടൂർ പോയിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇതാ ഓർമ്മ വന്നത്. Hello.
Hello. Yes, and that's it. And tell me, how long are you here? Oh, I'm leaving tomorrow. Tomorrow. To where? To Tehran. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഓക്കെ ഇദ്ദേഹം ഇവിടെ നാട്ടുകാരാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് ഇവിടെ ഈ ടെഹ്റാനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവർ UK ആക്സെന്റ് നല്ല വൃത്തിക്ക് UK ജീവിക്കുന്ന അതേ ഘട്ടം അപ്പോൾ ഞാനെന്നാ ഒരു ബന്ദർബാസ് കണ്ടപ്പോൾ നല്ല UK പറയുന്നുണ്ട് പക്ഷേ ടെഹ്റാനുള്ള അവരൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ നമ്മുടെ ചേട്ടനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളെ കണ്ടപ്പോൾ അലക്സ ചായൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളെ കണ്ടപ്പോൾ വിടുന്നില്ല ഒരേ പിടുത്തുന്നതന്നെ ഒരേ സംസാരിക്കലന്നെ അതങ്ങനെയാണല്ലോ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മലയാളിനെ കണ്ട പിടിച്ചെടുത്തിട്ട് എന്തെല്ലാം എടിയാനോ ഇതെന്തെല്ലാം പരിപാടി എല്ലാം ഞാൻ ചോദിക്കും കാരണം നമ്മുടെ ഭാഷയോട് നമുക്കുള്ള ഇഷ്ടമാണത് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കേട്ടോ. 35 മിനിറ്റായി അലക്സ ചാൻ അതിന് സംസാരം നിർത്തിയിട്ടില്ല അവർ ഇപ്പോഴും ലൊക്കേഷൻ മാറി സംസാരിക്കുന്നത് അവർ സംസാരിക്കട്ടെ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് കണ്ടോ. അപ്പം ഇതാണ് ആ പള്ളി കേട്ടോ. ഈ ഒരു പള്ളിയുടെ പ്രത്യേകത എന്താ പറയുക നമ്മൾ യസ്ദിൽ വെച്ച് നമ്മളൊരു ജമിയ മോസ്ക് കണ്ടില്ലേ ആ ജമിയ മോസ്ക് പണിയെടുപ്പിച്ച് അതേ മഹാന്തിനായിട്ട് ഇതും പണിയെടുപ്പിച്ചില്ല. ഷെയ്ഖ് ബഹായ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 600 വർഷം മുമ്പ് ശരിക്കും ഈ ഒരു ഇഷ്ഫഹാൻ ആയിരുന്നു ഇറാൻ്റെ തലസ്ഥാനം. ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ എത്തുന്നതിന് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടോ അവിടുത്തെ മിനാരത്ത് 2 മിനാരമുണ്ട്. ഓക്കെ ആ പള്ളിക്ക് 2 മിനാരമുണ്ട്. ഇറാൻ്റെ ഏത് പള്ളിയിൽ പോയാലും മിനാരങ്ങളുണ്ടാവും. പക്ഷേ ഈ പള്ളിക്ക് മിനാരമില്ല, ഒരു കുബ്ബ മാത്രമേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി ഇവിടുത്തെ രാജാവ് നിർമ്മിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടല്ല സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. നമ്മൾ ഡൽഹിയിൽ പോയ പോലെ ഉണ്ട്. കാരണം നല്ല നീളമുണ്ട്. ഒരു 2 കിലോമീറ്ററിൻ്റെ മുകളിൽ എന്തായാലും മൊത്തത്തിൽ കറങ്ങാം നമുക്ക്. കണ്ടോ അവിടെ നമ്മൾ കണ്ട ആ ഒരു ടൈൽസിൻ്റെ അതേ കളർ ഇവിടെ ഉണ്ട്. 1603 ഇതിൻ്റെ പണി തുടങ്ങിയത്. 1619 പണി തീർന്നത്. ഒന്നും കൂടി ഇതിൻ്റെ പണി കഴിപ്പിച്ച് ഷെയ്ഖ് ബഹായ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ടറാണ്. അതേ ആർക്കിടെക്ചർ തന്നെയാണ് യസ്ദിൽ നമ്മൾ കണ്ട മറ്റേ യസ്ദിൽ നമ്മൾ കണ്ട പള്ളിയും ഇതൊക്കെ നിർമ്മിച്ചത് കേട്ടോ. ജാമിയ മോസ്ക് നിർമ്മിച്ചത് ഷെയ്ഖ് ബഹായ് എന്ന് പറഞ്ഞ ആർക്കിടെക്ടറാണ്. അപ്പം ഒരേ ആർക്കിടെക്ചർ പണിതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരേ തരത്തിൽ നിൽക്കുന്നത്. കാരണം നമ്മൾ ജാമിയ മോസ്കിൽ പോയപ്പം അതിൻ്റെ അകത്ത് കയറിയപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ മുകളിൽ ഇതേ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കണ്ടോ. ഈ സെയിം ഡിസൈനാണ് ഇവിടെയുള്ളത്. പള്ളിയുടെ അടുത്ത ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ ഒരു നടവഴിയുണ്ട്. ഈ നടവഴി ഇപ്പം ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് ഉള്ള സാധനങ്ങൾക്കും സുവനീറുകളൊക്കെ വിൽക്കാനുള്ള ഷോപ്പായിട്ടാണ്. കണ്ടോ ഇത് നമ്മൾ യസ്ദിലെ വീഡിയോയിൽ കണ്ടായിരുന്നു. ഈ ഒരു കളർ നീല കളർ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. നീല കളർ എല്ലാ സ്ഥലവും നീല കളർ മാത്രം ഇവിടെ. ബ്രോ, what is the speciality of this color? Because everywhere I can see the color, the blue. The color, actually, the color is Islamic color. Islamic color. Yes, and the Iranian, artists, they used a blue color in all the Islamic color. For example, you would see all the mosques just covered by the blue colors. Okay. And it is recognized. The blue color is recognized as the Iranian colors. Iranian colors. Yeah, that's it. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എൻ്റെ ഫേവറേറ്റ് കളർ നീല കേട്ടോ, ബ്ലൂ ആണ്. എൻ്റെ ലോഗോ ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് നീല കാണാൻ പറ്റും. ഇത് ഇവിടെയും ആ നീലയുണ്ട്. ഇത് ഞാൻ കാണിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ യസ്ദിലെ വീഡിയോയിൽ കണ്ടതാണ്. നിങ്ങൾക്കത് കയറിയിട്ട് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ഈ പള്ളിയുടെ പുറകുവശമാണിത്. നമുക്കവിടെ കയറാം. അത് ഭയങ്കര കോൺഫിഡൻസ് ആണല്ലോ. എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. ലോഗോ എല്ലാം ബ്ലൂ ആയിരിക്കും. യെല്ലോ മിക്സ് ആണ്, പക്ഷെ എന്നാലും യെല്ലോ മീൻസ് മാസിൻ്റെ ആ ഒരു ഇതിലാണ് യെല്ലോ ഇട്ട് കൊടുത്തത് ഞാൻ. കാരണം അങ്ങനെ കുറച്ച് സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. അപ്പം ഇറാനിൽ വന്നപ്പോൾ ഇവിടെ കാണുന്നത് മുഴുവൻ ബ്ലൂ തന്നെ. ഇവിടെ പുരാതന കടകളാണ്. അതൊക്കെ അതുപോലെ ഇപ്പോഴും വെച്ചിട്ടുണ്ട് ഇവിടെ. EM എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മുടെ പിന്നെ മെറ്റലിൻ്റെ അത്. ഇവിടെ ഒരു ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഷോപ്പുണ്ട്. ശരിക്കും കസ്റ്റമേഴ്സൊന്നും ഇല്ല കേട്ടോ, ആരും ഇല്ല ഇവിടെ. ഒരു കോഫി ഷോപ്പാണ്, ആരും ഇല്ല. രാവിലെ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു കുട്ടിയില്ലേ.
സ്റ്റാർബക്സ് കണ്ടിട്ടുണ്ട്. സ്റ്റാർബക്സിൻ്റെ ഫോട്ടോ കോപ്പി ഉണ്ട്. ഇറാനിലെ സ്റ്റാർബക്സ് ആണ്. ഇതിൻ്റെ പേരാണ് മ്യൂസിയം കഫേ. ഇതേപോലെ ജംഗിൾ കഫേയൊക്കെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന 4ാമത്തെ അപ്പാച്ചിയാണ് ഇത്. TVS അപ്പാച്ചി 160 അല്ല, ഇത് 160 പഴയ മോഡൽ 160 ഇറാനിലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും അകത്തളത്തിലൊരു വാട്ടർ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരുപാട് മൃഗങ്ങളുണ്ട്. ചെറിയ ചെറിയ പിന്നെ കുതിര, ആമ, അതുപോലെ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാതിലുകളാണ്. ഹലോ, ഇത് ഡോർ കേട്ടോ. ഹായ്. ഇത് പെയിൻറ്റിങ്സ് ആണ്, പഴയകാല ടൈപ്പ് പെയിൻറ്റിങ്സ്. ഇതൊക്കെ വാങ്ങിയിട്ട് കൊട്ടയിലാക്കിയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. നമ്മൾ മുതലെടുക്കാം മാക്സിമം. അതന്നെ, ഓരോ സ്ഥലത്ത് പോയിട്ട് പെടുമ്പം ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ മതി, അവർ ഒഴിവാക്കി തരും. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് എല്ലാ വീട്ടിലും വാട്ടർ ഫൗണ്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെള്ളം തുള്ളി കളിക്കുന്നില്ലേ. ഇദ്ദേഹം പറഞ്ഞത് ഈ ഷെയ്ഖ് ബഹായ് എന്ന് വെച്ചാൽ ഷെയ്ഖ് ബഹായ് തന്നെയാണ് വാട്ടർ ഫൗണ്ട് ഇവിടെ കൊണ്ടുവന്നതും. അത് ഈ വെള്ളത്തിൻ്റെ ആ ഒരു സൗണ്ടില്ലേ, എന്നുവെച്ചാൽ വെള്ളം ഇങ്ങനെ തുള്ളി കളിക്കുന്ന ആ ഒരു സൗണ്ട്, ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും, മനസ്സിന് കുളിർമയുണ്ടാവും. അതുകൊണ്ടാണ് ഒരുവിധം എല്ലാ ഇറാനികളുടെയും പഴയകാല 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പിൽ എല്ലാ വീട്ടിലും അകത്തളങ്ങളിലായിട്ട് വാട്ടർ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഒരുപാട് വീടുകൾ, ഞാൻ താമസിച്ച ഹോട്ടലൊക്കെ കണ്ടില്ലേ, വാട്ടർ ഫോൺ ഉണ്ട് കേട്ടോ. ഇതാണ് സ്ട്രീറ്റ്. ഒരു പാശ്ചാത്യ രാജ്യത്ത് പോയ ഫീൽ ഉണ്ടോ? Shiraz? Actually, I don't have the time, so that's why. ഇനി നമുക്ക് ഈ റോഡിലേക്കാണ് കേട്ടോ പോകേണ്ടത്. So we are going this way, right? Yeah. Just ask someone who told me, you know, there's some big gloves. Okay, let's try. എനിക്കൊരു ഗ്ലൗസ് വേണം കയ്യിലിടുന്നത്. കാരണം കൈയൊക്കെ തണുത്ത് ചുവന്ന് തക്കാളി പോലെ ഒരു ഗ്ലൗസ് വേണം നമുക്ക്. നിങ്ങൾ കണ്ടോ, ഞാനിപ്പം കാണുന്ന ഇറാനി കുട്ടികളെ കണ്ടോ, അവർ വസ്ത്രമൊക്കെ കണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾക്കിപ്പം ഓവർ ക്യാമറ അവരുടെ മുഖത്തേക്ക് അടുപ്പിക്കാൻ പറ്റാത്തതുണ്ട് കേട്ടോ. ഒക്കെ നീല. ഇനി നിങ്ങൾ ഒരിക്കലും മറക്കില്ലല്ലോ, എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ ഉത്തരം കിട്ടിയില്ല. ഇറാനിലെ നീല എന്നുള്ളത് ഇറാൻ്റെ ദേശീയ കളറാണെന്നുള്ളത്. Maybe here we get. It's for ladies. No, just ask someone. Tell me. Okay. ഇത് വസ്ത്രങ്ങൾ വെക്കുന്ന കടകളാണ്. ജീൻസ്, ടീഷർട്ട്സ് എല്ലാം കിട്ടും കേട്ടോ. ഇവരുടെ സ്ത്രീകളുടെ വസ്ത്രം ഇതൊക്കെ. ഞാനൊരു ഗ്ലൗസ് വാങ്ങി, ഒരു ഉള്ളിലിടുന്ന ടീഷർട്ട്. ഇതിൻ്റെ പ്രത്യേകത അറിയോ? ഇത് ഇത്രയേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ വികസിക്കും. ഇത്ര വീതിയേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ വികസിക്കുന്ന ടൈപ്പാണ്. എലാസ്റ്റിക് ആണ്. അപ്പം ചൂടിനെ പ്രതിരോധിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി റൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കാം. ഫുൾ കൈ ആണ് കേട്ടോ. ഇതാണ് ഷോപ്പ്. ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ്. നമ്മൾ കാണുന്നത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം എന്ന് വെച്ചാൽ ഞാൻ ഗൾഫിൽ നിന്നൊക്കെ ഷാർജ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഈത്തപ്പഴങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇത് അവിടെ എവിടെയും കണ്ടില്ല. ഇത് ഇറാൻ ഈത്തപ്പഴമാണ്. ഇറാൻ്റെ സൗത്ത് ഭാഗത്ത് നിന്ന് വരുന്ന ഈത്തപ്പഴം കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ ഷോപ്പാണിത്. ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊക്കെ എല്ലാം ഇറാനാണ്. ഒരു സാധനം ഇവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല. പീനട്ട്സ്. ഇത് നമ്മുടെ മൾബറി ഇല്ല, മൾബറി നമ്മുടെ നാട്ടിലുള്ള മൾബറിയാണിത്. മൾബറി, നോ മലബാറി. ഐ ആം മലബാറി, ദിസ് ഇസ് മൾബറി. നമ്മുടെ കടല ഉപ്പിട്ടിട്ട് തോട് പൊടിക്കാണ്ട് വെച്ചത്. ഓ അടിപൊളി, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇവര് സംസാരിക്കുന്നോണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആള് കൂടിയ പാമ്പ് ചാവില്ലെന്ന് പറഞ്ഞു. ഇവര് രണ്ടാളും ഇങ്ങനെ സംസാരിക്കുമ്പോഴേ എനിക്ക് വ്ളോഗ് അടക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു അരങ്ങാണ് സത്യം. അതാണ് നമ്മളിപ്പം പോയ വഴി തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഉള്ളത് ഈ പള്ളിയുടെ മുമ്പിലാണ്. നമ്മളിപ്പോൾ വന്നില്ലേ, പള്ളിയുടെ മുമ്പിലുള്ളത്. പിന്നെ ഇനി നമുക്ക് ഈ പള്ളിയുടെ അകത്തേക്ക് കയറാം കേട്ടോ. ഇതിനകത്ത് കയറാൻ 50,000 തൊമ്മാൻ, 5 ലക്ഷം റിയാൽ കേട്ടോ. ഇതാണ് പിന്നെ ടിക്കറ്റ്. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ വലതുഭാഗത്ത് വലിയ കല്ലൊക്കെ കാണാൻ പറ്റും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഇറാനിലെ ഏറ്റവും ഒരു പ്രസിദ്ധമായ സോഫ എന്നുള്ള മൗണ്ടെയിൻ ഉണ്ട്, ഒരു മലയുണ്ട്. ആ മലയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലായത് കേട്ടോ. പിന്നെ ഈ പെയിൻറ്റിങ് നമ്മൾ കഴിഞ്ഞ ഗസ്ദിലെ ജാമിയ മോസ്കിൽ കണ്ട ഈ ഒരു പെയിൻറ്റിങ് ഇല്ലേ, അതേടെ ഈ പെയിൻറ്റിങ്, ഇതിൻ്റെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ ഏകദേശം 3 വർഷം എടുത്തിട്ടുണ്ടായിരുന്നു. 3 വർഷം കൊണ്ട് തീർത്ത വർക്ക് ഇതൊക്കെ.
let's get inside. നമ്മളിപ്പോൾ ഉള്ളിലേക്കാണ് Okay, കയറുന്നത്. see that the doors are very for the 400 years ago, but you know, for every year annually, the government uses special spray and the material because there are some of the, I mean, yes, some of the insects just eat the wood, for the prey. എല്ലാ വർഷവും ഇവിടുത്തെ ഗവൺമെന്റ് ഈ ഡോറ് ഉരച്ച് റബ്ബ് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. പറയുന്നത് അകത്തേറും വളരെ മനോഹരമാണ്. നീല പെയിന്റ് സിറാമിക് ആണ്. സിറാമിക്കിൽ കൈനെ കൊണ്ട് പണിത പെയിന്റിംഗ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മളിത് യസ്ദിൽ കണ്ടതാണ്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത് 3 വർഷം കൊണ്ടാണ് ഈ പണി മൊത്തം തീർത്തത് കേട്ടോ. വളരെ മനോഹരമാണ് അകത്തൊക്കെ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിയൊക്കെ എഴുതിയിട്ടൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പിടിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സിൽ ഒരാൾ പറഞ്ഞിരുന്നു ഷാക്കിർ ബ്രോ ഇതുപോലെ സൈൻ ബോർഡൊക്കെ കാണുമ്പോൾ ഒരു സെക്കൻഡൊക്കെ ഒന്ന് പിടിക്കണമെന്നുള്ളത്. ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ അവർക്ക് പൗസ് ചെയ്തിട്ട് വായിക്കാമല്ലോ. ഓക്കെ, ഇപ്പം പള്ളിയുടെ അകത്തേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ക്യാമറ മാറ്റി G7Xലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം വരും നിങ്ങൾക്ക് വിഷ്വൽസ്. ഇത്ര സമയം ഹീറോ 8 ആയിരുന്നു. വാവ്, ഇറ്റ്സ് അമേസിങ്. ഓ എൻ്റെ മോനെ, 3 വർഷം കൊണ്ട് ഇവരെങ്ങനെ പെയിൻറ്റിങ് തീർത്ത് ഞാൻ ആലോചിക്കുന്നത്. നോക്കി എന്തെങ്കിലും മുകളിൽ ഈ ഒരു അമേസിങ് എന്ന് വെച്ചാൽ അമേസിങ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പള്ളിയുടെ അകത്ത് കയറിയിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് പള്ളികളുടെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിലും ഇത്രയും മനോഹരമായ ഒരു പള്ളി ഞാൻ കണ്ടിട്ടില്ല. അത് ഇതിൻ്റെ ചുമർ ചിത്രങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഈ എന്താ പറയുക, പല ക്രിസ്ത്യൻ ചർച്ചുകളിലും യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചുമർ ചിത്രങ്ങളൊക്കെ. പക്ഷേ ഇത് ഇത്ര മനോഹരമായിട്ട് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എല്ലാ ചുമരിലും ഇതുപോലെ ലിപികൾ കൈനെ കൊണ്ട് ചെയ്താണ്. ഓരോരോ പീസ് ടൈൽസ് ആയിട്ട് കൈനെ കൊണ്ട് ചെയ്താണിത്. ഞാനത് ഓൾറെഡി എസ്ഡിയിലെ വീഡിയോയിൽ കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഹൗ സൂപ്പർ, വളരെ വളരെ മനോഹരമായിട്ട്. മുകൾ വശത്ത് കണ്ടോ ഒരു റൗണ്ട് കണ്ടോ മുകൾ വശത്ത്? ഇതാണ് ഈ പുറത്ത് നമ്മൾ ഓരോ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ നമുക്കത് വാങ്ങുന്ന സാധനങ്ങളല്ലോ, പ്ലേറ്റ് പോലത്തെ, അതാണ് ഇത് കേട്ടോ. ഇതൊക്കെ നല്ല മനോഹരമായിട്ട് ഇവർ വരച്ചിട്ടുണ്ട്. സൂപ്പർ. ഇവിടുത്തെ രാജാവിൻ്റെ അമ്മോച്ചൻ എന്ന് വെച്ചാൽ ഭാര്യയുടെ ഉപ്പയാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. ഇത് പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ആ കണ്ടതിൻ്റെ ആ ഒരു ചെറിയ ഡിസൈനിലാണ് ഇവിടെ ഉള്ളത്. ഈ മുകളിലുണ്ടോ, ഒരേ ആർക്കിടെക്ചർ അല്ല, ഒരേ ആർക്കിടെക്ചർ മേസ്ത്രി അങ്ങനെ പറയാമല്ലോ, മേസ്ത്രി പണിതുകൊണ്ടാണ് ഒരേ രൂപത്തിൽ വന്നിട്ടുള്ളത്. 16 വർഷം എടുത്തിട്ട് തീർത്ത വർക്ക്. വളരെ മനോഹരം. Everything is perfect. Yes, everything. It's very perfect. detailed, very spectacular, everything. Something out of this world. Okay, so but this mosque is so special. In Iran? Yes, because actually, I told you, this mosque was special for the ladies, and the king just built here for the ladies because our king, the king we had, just they really matter and really respected the ladies, and that's why I just built a mosque just for the ladies to say prayer here. I would see that, the sound would be, come here, stay here. I would be actually the sound would be the reflection. It's the reflection of the sound you speak. Okay, താഴേൽ നോക്കിക്കോ. ഓ, നമ്മൾ ഇവിടുന്ന് നിന്നിട്ട് ഹാവ് നോക്കുമ്പില്ലേ, ആ സാധനം മുഴുവൻ റിഫ്ലക്റ്റ് ആണ് ഇതിന് ചുറ്റും. കണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് താഴെ ഇടി കറക്റ്റ് പോയിന്റിൽ നിൽക്കുക. പോയിന്റിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ബാവ്, അച്ചായൻ്റെ കഥകൾ എനിക്ക് തീർന്നിട്ടില്ല കേട്ടോ. രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇവരുടെ കഥ തീരാണ്ട് എനിക്ക് ഇവിടെ നീങ്ങാനും പറ്റില്ല. ഇതിന് മുകളിലൊക്കെ ഉണ്ടോ സ്ക്വയർ ഷേപ്പിൽ കൊടുത്തിട്ട്. ഞാൻ ഇവരെ ഒരുവിധം പിടിച്ച് വലിച്ചതിൻ്റെ പുറകിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കലാണ്. നമ്മളതിന് പോകുന്നത് ഈ മോസ്കിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് കേട്ടോ. പക്ഷേ നമ്മളിപ്പം കണ്ടത് ഈ ഭാഗം ഇപ്പോൾ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നതിന് അണ്ടർഗ്രൗണ്ടിലേക്കാണ്. പക്ഷേ ഇതാണ് താഴേക്കുള്ള റോഡ്, സോറി താഴേക്കുള്ള സ്റ്റെപ്പ്. ഓ, ഈ വാതിൽ കണ്ടോ, നമ്മൾ പഴയകാല വാതിൽ പോലില്ലേ. ഓക്കെ, ഈ ഒരു സ്ഥലം നേരത്തെ പറഞ്ഞ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ,
നിങ്ങൾ ഏത് വർഷത്തിൽ ഏത് ദിവസം വന്നാലും ഇവിടെ ഒരേ കാലാവസ്ഥ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ അകത്തുണ്ട്, ഇവിടെ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല, ഒരു മീഡിയം കാലാവസ്ഥയാണ്. ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാലും ഇവിടെ ഇതേ കാലാവസ്ഥ ആയിരിക്കും. കാരണം ഇത് പണി കഴിപ്പിക്കുന്ന കാലത്ത് അന്നത്തെ ആൾക്കാർ ഒരു പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കി ഇവിടെ തണുപ്പൊന്നുമില്ല, ഒരു തരത്തിൽ തണുപ്പ് ഇതിൻ്റെ അകത്തില്ല, ഒരു പരിപാടികളില്ല. പിന്നെ നമ്മൾ സംസാരിക്കുന്ന മൊത്തം എക്കോ അടിക്കുകയും ചെയ്യും. നേരത്തെ ഞാൻ മുകളിൽ നിന്ന് കാല് വെച്ച് നിന്ന സ്ഥലം, മിഡിൽ എന്ന് പറഞ്ഞ സ്ഥലം, അത് ഇതാണ് കേട്ടോ. ഇവിടെ മുകളിൽ ഇവിടെ കാണാം, ഇവിടെയാണ് നിന്നത്, ഇവിടെ നിന്നിട്ടാണ് സൗണ്ട് ആക്കിയത്. ഇവിടെ ഈ പള്ളിയുടെ രൂപമൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്നും വാങ്ങാൻ പറ്റില്ല, അത് വാങ്ങിയിട്ട് ഞാൻ എങ്ങനെ കൊണ്ടുപോകാം. ചെറിയ ചെറിയ രൂപങ്ങളുണ്ട് ഇവിടെ. ഇവർ രണ്ടും സംസാരമോട് സംസാരം. ഇത് സൊറോസ്റ്റിയൻ സൺ ടെമ്പിളിൻ്റെ ഒരു ഡിസൈനാണ്, സൺ ടെമ്പിൾ കേട്ടോ. സോവനീർസ് നമുക്ക് ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഞാൻ ബൈക്കിൽ അങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുപോകണം. ശരിക്കും ഇത് കണ്ടിട്ട് എനിക്ക് വാങ്ങാതിരിക്കാൻ പറ്റുന്നില്ല. ഇത്ര സമയം ഞാൻ സാധനങ്ങൾ വാങ്ങാതിരുന്നത് ഈ കൊണ്ടുപോകാൻ പറ്റാത്തതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊന്നും വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൊറോസ്റ്റിയൻ്റെ ഇത് കണ്ടോ, ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ 70 സംതിങ് കൊടുത്ത് ഏകദേശം ഒരു 350-400 രൂപ ഇതിന് വില വരുന്നത്. നിങ്ങൾ കണ്ടോ, ഈ സാധനം ആ ഒരു വിലക്കുണ്ട്. കാരണം ഒരു ബോക്സ് ടൈപ്പാണ്, നല്ല കണ്ടോ. നമുക്ക് ഷോക്കേസ് വെക്കുമ്പം ഈ സൊറോസ്റ്റിയൻ്റെ ഒരു ടെമ്പിൾ ചെയ്ത്, സൊറോസ്റ്റിയൻ മതവിഭാഗത്തിൻ്റെ ടെമ്പിൾ, ആ ടെമ്പിളിൻ്റെ ഡിസൈനിൽ ഇത് പണിതിട്ടുള്ളത്. ചെറിയ ബോക്സ് ആയത്. ഇത് വണ്ടീൻ്റെ സൈഡ് ബോക്സ് ഇട്ട് അവിടെ കിടന്നു. നാട്ടിലേക്ക് എപ്പോഴെങ്കിലും പോകുമ്പോൾ എടുത്താൽ മതി. കാരണം ഈ ചരിത്രങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ചരിത്രങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ തലമുറ അത് കണ്ടിട്ടെങ്കിലും കുറച്ച് പഠിക്കട്ടെ അല്ലേ. പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങളാകുമ്പോൾ ഈ പഠിക്കട്ടെ. ഈ 4200 മതങ്ങളുണ്ട് ലോകത്തിൽ. അപ്പോൾ ഈ 4200 മതങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ചെയ്യുന്നത് ആ മതത്തിനെ പറ്റി മാത്രം പഠിച്ചിട്ട് ബാക്കിയുള്ള മതങ്ങളൊന്നും തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് മാക്സിമം എല്ലാ മതങ്ങളിലും പറ്റി നമ്മൾ പഠിക്കണം. പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തിനാണ് മതങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ തമ്മിത്തലും കൊല്ലലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. സൊറോസ്റ്റിയൻ ടെമ്പിളിലേക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മളതിനൊരു ചെറിയൊരു കാപ്പി കുടിക്കാനാണ് പോകുന്നത്. ഇവിടെ സ്പെഷ്യൽ കാപ്പി പൊടി ഉണ്ട്, ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാൻ ശരിക്കും ട്രാവലിംഗ് ഒന്നും വാങ്ങാറില്ല, നിങ്ങളോട് പറഞ്ഞതൊന്നും വാങ്ങാറില്ലെന്ന്. ഇറാനിൽ ഞാൻ ഏകദേശം ഒരു 30,000 രൂപയാണ് എൻ്റെ ബഡ്ജറ്റ് വെച്ചത്. പക്ഷേ എനിക്കിപ്പോൾ ഇത്ര ദിവസം കൊണ്ട് എനിക്ക് ഏകദേശം 10-15,000 രൂപ എങ്ങോട്ട് ചിലവായിട്ടുള്ളൂ. കാരണം ഇവിടെ താമസിക്കാൻ ചിലവ് വളരെ കുറവാണ്. ഞാനപ്പോൾ ചങ്ങാതിയോട് ചോദിച്ചു ഇവിടെ എത്ര വരുമാനമുണ്ട്. കാരണം ചിലവ് കുറവാണെങ്കിൽ എന്തായാലും വരുമാനം വളരെ കുറവായിരിക്കും. അത് നോക്കുമ്പോഴാണ് മനസ്സിലായത് സാധാരണ ആൾക്കാർക്ക് ഇവിടെ ശമ്പളം എന്ന് പറയുന്നത് 10,000 രൂപയൊക്കെ കേട്ടോ. 8,000, 10,000. ഒരു ടീച്ചറില്ല, സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ശമ്പളം തന്നെ $150-200 14,000 രൂപ മാക്സിമം. നമ്മുടെ നാട്ടിലൊക്കെയാണ് നല്ല ശമ്പളമൊക്കെ ഇല്ലേ. 14,000 രൂപയാണ് ഇവിടുത്തെ സ്ത്രീകളുടെയൊക്കെ മാക്സിമം ശമ്പളം വരുന്നത്. ഇൻകം വളരെ കുറവാണ്, പാവങ്ങളാട്ടോ. നമ്മൾ സ്ക്വയറിലൂടെയാണ് നടക്കുന്നത്. പിന്നെ ഈ വശത്ത് എന്താണെന്നറിയില്ല, അതവർ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ബസ്സാണ് മെയിനായിട്ട് പരിപാടികളൊക്കെ ഉള്ളത്. ഹലോ, വെയിൽ കൊണ്ടിട്ട് പുല്ലുമുട്ടായിരുന്നു. ആൾക്കാരൊക്കെ സന്തോഷത്തിലട്ടെ ഇവിടെ. ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട മുഖങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഇവിടെയാണോ നമ്മൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നത്? ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ അറിവിൽ. ഞാനിപ്പോൾ ഏകദേശം 6 ദിവസം ഇവിടെ. പിന്നെ ഇദ്ദേഹത്തെ നമ്മുടെ കൂടെ കൂട്ടിയതാണ്. കാരണം ഭാഷ പ്രശ്നമായതുകൊണ്ട്. ചങ്ങാതിയാണെങ്കിൽ പഠിക്കുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്നൊരു ദിവസം ഹോളിഡേ ആയതുകൊണ്ട് വെറുതെ കറങ്ങി വന്നു. കറക്റ്റ് ടൈമിന് നമ്മളെ കിട്ടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. നല്ല ഹെൽപ്ഫുള്ളാണ്, ഒന്നും കൊടുക്കൊന്നും വേണ്ട. ഇവർ ടൂറിസ്റ്റുകളെ മാക്സിമം ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ലോക്കൽസ് അവർക്ക് വരുമാന മാർഗ്ഗമല്ലേ. ഇവിടെ ഒരു ബാറ്ററി ക്യാബ് ഉണ്ട് കേട്ടോ, നമുക്കത് വേണ്ടല്ലോ. അപ്പം ഈ സ്ക്വയർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ പുറത്തേക്കാണ് നടക്കുന്നത്. സ്ട്രീറ്റാണ്. നിങ്ങൾ നിലമൊക്കെ കണ്ടോ, ഒരു പ്ലാസ്റ്റിക്കോ കച്ചറയോ ഒന്നും തന്നെ ഉണ്ടാവില്ല, നല്ല ക്ലിയറാണ്. ഇതൊക്കെ കച്ചവട സ്ഥാപനങ്ങളാണ്, ടൂറിസ്റ്റുകൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടില്ല.
സാധാരണ ഒരു കൺട്രിയിൽ നമ്മൾ ക്യാമറ നോക്കി എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ മുഖന്തിരിക്കും. പക്ഷെ ഇവിടെ വല്ല മുഖന്തിരിക്കലൊന്നും, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ക്യാമറ കാണുമ്പോൾ. പ്രശ്നങ്ങളൊന്നുമില്ല. അച്ചാരൻ ഇവിടെ വെയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാനും ഇവിടെ വെയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചങ്ക് ബ്രോ ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് അവിടെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ കാണാം. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ വാട്ടർ ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ സ്ത്രീകളുടെ മുടിയുടെ നിറമില്ലേ, ഒരു ബർഗുണ്ടി ടൈപ്പ് നിറമാണ്, ആക്ച്വലി കറുപ്പല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പെയിൻ്റ് അടിക്കുന്നുണ്ട്, പക്ഷേ പെയിൻ്റ് അടിക്കുന്നതല്ല കേട്ടോ, നാച്ചുറലി വരുന്നതാണെന്നാണ് നമ്മൾ ചങ്ങാതി പറഞ്ഞത്. ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. പിന്നെ വളരെ മനോഹരമായ സ്ത്രീകൾ കേട്ടോ ഇവിടെ. ഒരു പേർഷ്യൻ സംസ്കാരം, മനസ്സിലായില്ല, പേർഷ്യൻ സംസ്കാരമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് കാശ്മീർ ഭാഗത്ത് പോയപ്പം, കാശ്മീരിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ ആ ഒരു ശരീരഘടനയെ ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഒരുപക്ഷെ പണ്ട് കാലത്ത് ഈ പേർഷ്യയിൽ നിന്ന് പലായനം ചെയ്ത് അതുവഴി പോകുമ്പോൾ, അല്ല അങ്ങോട്ട് പോയപ്പോൾ കാശ്മീർ പോലുള്ള തണുത്ത പ്രദേശങ്ങളിൽ അവർ താമസിച്ചതായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ, അങ്ങനെ ആയിരിക്കാം. കാരണം ഇവിടെയൊക്കെ നല്ല തണുപ്പല്ലേ. അപ്പോൾ ഇവിടുന്ന് പോയി നല്ലൊരു തണുത്ത മലയൊക്കെ കണ്ടപ്പം അവിടെ കൂടിയതായിരിക്കും. കാശ്മീരികളെ പോലെ തന്നെയാണ് ഇവിടുത്തെ സ്ത്രീകളും ഇവിടുത്തെ പുരുഷന്മാരും. അതുപോലെ എല്ലാ സീറ്റിൻ്റെയും താഴെ കണ്ടോ ഒരു ഹീറ്റർ ഉണ്ടാവും. ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നമുക്ക് ചൂടാക്കാം. ഓക്കെ, താങ്ക് യു. ഓർഡർ ചെയ്യട്ടെ കേട്ടോ. നമുക്കിവിടെ നല്ല കോഫി വന്നിട്ടുണ്ട്. ഇറാനിൽ നല്ല കോഫി കിട്ടും. ഇസ് ഇറ്റ്? വി ആർ ഗെറ്റിംഗ് ഗുഡ് കോഫി ഇൻ ഇറാൻ. അത് മാത്രമല്ല നല്ല ചുറ്റുപാടും കുറച്ച് വെയിലൊക്കെ കണ്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരുന്ന് കുടിക്കാം. ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഏതായാലും അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കലാണ്. അപ്പം ഇദ്ദേഹം ഇന്ത്യ വഴി വന്നത് ചരിത്രങ്ങളൊക്കെ പറയുമായിരുന്നു. നമ്മളെ നാട്ടിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞത് ഇറാന് സേഫല്ല പോകരുതെന്നൊക്കെയല്ല. പക്ഷേ ഇദ്ദേഹം എന്താ പറഞ്ഞതറിയോ, ഇദ്ദേഹം ഇന്ത്യയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു CAA പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് 2 പേര് വെടിയേറ്റ് മറ്റു ഡൽഹിയിൽ നിന്ന്. ആ ഡൽഹിയിലേക്ക് കൂടി വന്നത്. അപ്പം ഇവരുടെ രാജ്യത്ത് നിന്ന് പറഞ്ഞത്, ഓസ്ട്രേലിയയിൽ നിന്ന് പറഞ്ഞത് ഇന്ത്യ യാത്ര ചെയ്യാൻ സേഫാണെന്നും അതുപോലെ ഇറാൻ യാത്ര ചെയ്യാൻ സേഫ് അല്ല എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിന് കിട്ടിയ അനുഭവം നേരെ തിരിച്ചിട്ടാണ്. ഇറാനിൽ നല്ല അനുഭവങ്ങളും നല്ല സേഫുമാണ്, പക്ഷേ ഇന്ത്യയിൽ എത്തിയപ്പോൾ സേഫ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. കണ്ടോ നമ്മളെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയെ, നമ്മളെ രാജ്യത്തിൻ്റെ വില നമ്മളായിട്ടാണ് കളയുന്നത് കേട്ടോ. അപ്പം ഇവിടെ ആരും വന്നിട്ടില്ല, ഇറാനിൽ പോകണ്ട, ഫുള്ള് ബോംബാണ്, അതാണ് ഇതാണ്, പോകേ വേണ്ട. ആരാ പറയുന്നത്? നമ്മളെ എങ്ങനെ ഇന്ത്യക്കാരാണ് പറയുന്നത്. ഇന്ത്യയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടൂറിസ്റ്റായിട്ട് ഒരു വ്യക്തി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അവരെന്താ പറയുന്നുണ്ട്, അവർ നാട്ടിൽ പോയിട്ട് അവിടെ സേഫ് അല്ലാന്ന്. ഇതാണ് സംഭവിക്കുന്നത്. ഞങ്ങളിപ്പോൾ കോഫിയൊക്കെ കഴിച്ചു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പീരിയൻസ്. സോ വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഇൻ ഇന്ത്യ? India? Sorry. How was your experience in India? It was good. I liked the people, but as I say, in the traffic in New Delhi, 3 people crashed into my trolley at the back. Okay. And as I was travelling through the country, on the news I saw that there was riots and people being killed. And as I say, my government's advice is that India is a very safe place to be. Okay. When Iran is not so safe according to my government, but when I get here, no one's bumping into my trolley and then there's no riots. So you got totally different experience in both countries. Yes. The country which you thought safe, it's not safe. But the country which you thought it's not safe, you are safe. Yeah, wow, but that's basically. Okay, fine. കേട്ടില്ലേ? ഇനി നമുക്ക് കോഫിയെ കുടിച്ച് ഇനി വിടാം. ഇവിടെ നിന്ന് വിട്ട് അവിടെ ഒരു കാർപ്പറ്ററിൻ്റെ ഷോപ്പ് ഉണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കൂടെ കണ്ടിട്ട് നമുക്ക് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ പരവതാനിയുടെ ഷോപ്പ്. നമ്മൾ കോഫി ഷോപ്പിനുള്ളിൽ ഇതിനകത്ത് കയറാൻ കാരണം ഇവിടുത്തെ പരവതാനിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ കാണിച്ചിട്ട് കാണിച്ചിട്ട് കേട്ടോ എന്തൊക്കെയാണ് നല്ലത്. അപ്പം ഷോപ്പിൻ്റെ അകത്ത് കയറി. This is my friend, ESHFAHAN from India. Yeah, hi bro. You speak English? Yeah, I speak English. Okay. We just want to know something about the carpet of Iran. Okay. It's a Persian, right? Yeah, it's Persian carpets. All the carpets here are Persian carpets. So all made in Iran. All made in Iran. Yeah, okay. Yeah. So what kind of carpets you have? You know, in Iran we have so many different type of carpets, but when I want to separate them from each other, I have to say that we have nomadic carpet and city-made carpet. Okay. Nomadic carpets are from the nomad people. They don't have any kind of design or designer. They just weave the carpet. Could you show by me the one piece and imagination. explain? Yeah, That would sure. be better. ഇത് ഇവിടെ 2-3 ടൈപ്പ് കാർപ്പറ്റ്. ഒന്നാമത് നൊമേഡിക് കാർപ്പറ്റ്, സാധാരണക്കാരുടെ. ഇത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഉണ്ടാവില്ല, വീതി കുറവായിരിക്കും. കാരണം അവർ താമസിക്കുന്ന ചെറിയ ചെറിയ കുടിലായതുകൊണ്ട് ആ കുടിലിൽ ഉള്ള സ്പേസ് ഇല്ല. ആ സ്പേസിന് വേണ്ട വീതിയിൽ നീളത്തിൽ ഇവർ പണിയുന്നത് കേട്ടോ. ഇതാണ് ഒന്നാമത്തെ കാർപ്പറ്റ്. ഈ കാർപ്പറ്റുകളൊക്കെ ഓരോ ഡിസൈനാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഡിസൈൻ കണ്ടോ, നമ്മളിപ്പോൾ ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഒരു
ഇതാക്കിയിട്ട് ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഒരു പെണ്ണ് പ്രായപൂർത്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഒരു പെണ്ണ് പ്രായപൂർത്തിയായിട്ട് അവർക്ക് ഒറ്റയ്ക്ക് കാർപ്പറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വരുന്ന വിധത്തിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ ഉണ്ട്. This one, for example, it's another nomadic carpet with a beautiful story. This is a unique nomadic carpet. Okay. Design of this carpet is famous by the opium design. Opium? Yeah. ഈ കാർപ്പറ്റ് ശരിക്കും ഓപ്പിയം ഇല്ലേ, ഓപ്പിയം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന ഓപ്പിയത്തിൻ്റെ ഡിസൈനിലാണ് ഈ കാർപ്പറ്റ് ഉള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നീളത്തിൽ കാണുന്ന ഓപ്പിയത്തിൻ്റെ പാടങ്ങളാണ്. ഈ പാടത്തിൻ്റെ ഇവിടെ ഇതൊക്കെ ഓപ്പിയത്തിൻ്റെ ഡിസൈനിൽ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ഈ ഹുക്ക വലിക്കുന്ന ഓപ്പിയം വലിക്കുന്ന ഒരു ഇതാണ്. ഇവിടെ ഇങ്ങനെ ഓപ്പിയം ഇട്ടിട്ട് വലിച്ചിട്ട് ഇതിലേക്കൂടെ പുക പുറത്തേക്ക് വരുന്നു. അപ്പം ഇത് ഈ ഓപ്പിയം എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ അതുപോലെ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ ഉള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ഇതിൻ്റെ പാടങ്ങൾ മെയിനായിട്ടുള്ളത്. അവിടെ ഇത് മരുന്നിന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള പരവധാനങ്ങൾ ഉണ്ടാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ട ഇതൊക്കെ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന കാർപ്പറ്റ് ആയിരുന്നു. ഇത് സിറ്റിയിൽ ഉണ്ടാക്കുന്ന കാർപ്പറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്യുവർ 100% സിൽക്കാണ് കേട്ടോ. സിൽക്കാണിത്. അപ്പം ആ ഒരു ഡിസൈനിൽ പണിതിട്ടുണ്ട് നോക്കിയേ. പിന്നെ അതുപോലെ ഈ സിറ്റി കാർപ്പറ്റിൻ്റെ പ്രത്യേകത ഇവിടെ അവർ എഴുതും. ഈ ആദ്യത്തെ ലെറ്റർ ഇറാൻ എന്നാണ്. ഇവിടെ ആരാണ് നിർമ്മിച്ചത് അവരുടെ പേരും. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ക്യാൻ യു ടേൺ ഇറ്റ് ഔട്ട്? ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു കളറുണ്ടോ, കളർ മാറിയില്ലേ? ഇതിൻ്റെ കളർ മാറി. അഗെയിൻ ടേൺ ഇറ്റ് ഔട്ട്. നോക്കിയേ, അപ്പുറം വെളിച്ചം കൂടി ഇപ്പുറം വെളിച്ചം കുറഞ്ഞ്. വൺസ് മോർ പ്ലീസ്. സോറി, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഐ ആം സീയിങ് ഫസ്റ്റ് ടൈം. ഇത് കണ്ടോ, ഈ കാർപ്പറ്റിൻ്റെ ഡിസൈൻ കണ്ടോ, ഇറാനി സ്പെഷ്യൽ പേർഷ്യൻ കാർപ്പറ്റാണ് ഈ കാണിക്കുന്നത്. ഈ സിറ്റി കാർപ്പറ്റിൻ്റെ പിന്നെ ഇത് ചെറിയൊരു രൂപമാണ്. ഇത് കണ്ടോ, ഇതിപ്പം ഈ കളറാണ് ഇവിടെ ഉള്ളത്. ഇത് സൂനിയറിനൊക്കെ പറ്റുന്നതാണ്. തിരിച്ചിട്ട് കഴിഞ്ഞാൽ കളർ മാറി കണ്ടോ. ഈ സൈഡ് ഈ കളറും അതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ കളറും. പിന്നെ ഇതും അതേപോലെ തന്നെ. പിന്നെ അതിന് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. ഇതിപ്പോൾ എടുത്തിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കളർ മാറി, കുറച്ച് കളർ മാറി കണ്ടോ, കുറച്ചും കൂടി കട്ടി കൂടി എന്ന് പറയാം. ഇതൊരു ഭയങ്കര ഒരു മിറാക്കിൾ ടൈപ്പാണ് ഇവർ ഈ ഒരു ഡിസൈൻ. അതുപോലെ തന്നെ അവർക്ക് വലുതുണ്ട്. ഇതും അവരുടെ ഒരു വലിയതാണ്. ഈ കാർപ്പറ്റ് ഉണ്ടോ, ഇത് 2-3 പണിക്കാർ പണിയെടുത്തിട്ട് 5 വർഷം കൊണ്ടാണ് 5 years. യു മീൻ 5 years നീഡ് ടു മേക്ക് ദിസ്. 5 വർഷം വേണം വലിയ ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാൻ. ഇത് നിങ്ങൾ ഡിസൈൻ കണ്ടോ, ഇത് ഭയങ്കര വിചാരിച്ച പോലെ നല്ലതാണ് ഇത്. ഈ ഡിസൈൻ നോക്കിയാൽ 2 സൈഡ് 2 കളറാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു കളറാണ്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു കളറാണ്. മറന്നു പോയത് 5 വർഷം. ഹൗ മച്ച് ഫോർ ദിസ് ഇൻ US dollar? In US dollar, it's more or less like $20,000. $20,000. $20,000 എന്ന് വെച്ചാൽ 12 ലക്ഷം റുപ്യ. It's too much expensive. When you see the back side of this carpet, okay, it has very small knots, and these knots supposed to weave each by each. So silk is so tiny and it doesn't come up quickly. That's why they have to work. 5 കൊല്ലത്തെ ഇപ്പോൾ 5 കൊല്ലം കൊണ്ട് നടക്കുന്ന ഇതുണ്ട് ചെറുത്. അപ്പോൾ ഇവർ പറഞ്ഞ ശരി ഇത്ര പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിൻ്റെ പണിയുണ്ട് കേട്ടോ. വിചാരിച്ച പോലൊന്നുമല്ല, അത്രക്കും കഷ്ടപ്പാടുണ്ട്. ഓരോ ഡീറ്റെയിൽസ് ഇവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൈനെ കൊണ്ട് തുന്നിയെടുത്താണ് 5 കൊല്ലം കൊണ്ട്. പിന്നെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഈ തൂക്കിയിട്ടത് വില്ലേജ് കാർപ്പറ്റാണ്. നമ്മൾ ആദ്യം കണ്ടത് നൊമേഡിക് കാർപ്പറ്റ് എന്ന് വെച്ചാൽ നൊമേഡിക് കാർപ്പറ്റും പിന്നെ സിൽക്ക് സിറ്റി കാർപ്പറ്റും. ഇത് രണ്ടിന് നടുവിലുള്ള ഒരു കാർപ്പറ്റാണ് ഇത് വില്ലേജ് കാർപ്പറ്റ് എന്ന് പറയും. ഇതിൽ ഈ വെള്ള കളർ കാണുന്നതൊക്കെ സിൽക്കാണ്. ബാക്കിയുള്ളതൊക്കെ നോർമൽ കേട്ടോ. എന്ന് വെച്ചാൽ 80% നോർമലും 20% സിൽക്കും. അതാണ് ഈ കാണുന്നത്. ഇതിനൊക്കെ വില ആവറേജ് ഉള്ളൂ. ഏറ്റവും വില പിടിപ്പുള്ളത് സിറ്റി കാർപ്പറ്റാണ്. ഈ ടൈപ്പ് കാർപ്പറ്റ് ഏറ്റവും വില കൂടുതലുണ്ട്. ഏറ്റവും വില കുറവ് നൊമേഡിക് കാർപ്പറ്റും. ഇതൊരു മീഡിയം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാർപ്പറ്റിൻ്റെ കഥകൾ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ പലതും നമുക്ക് ഇവിടുന്ന് പഠിക്കാണ്. ഞാൻ ഈ ചെറിയ ഷോപ്പിൻ്റെ അകത്ത് കാര്യമാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിവ് കിട്ടി. നിങ്ങൾക്കും കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ വില എന്ന് പറയുമ്പം ഞാൻ പറയും ഇതിനൊരു 12 ലക്ഷം രൂപയുടെ അടുത്ത് ഇതിന് വിലയുണ്ട്. പിന്നെ അതിനൊക്കെ വില കുറവാണ്. സിൽക്കിനൊക്കെ പറയുമ്പോൾ 2 സൈഡും ഉണ്ട്. സിൽക്കിൻ്റെ 2 സൈഡ് 2 കളറാണ്. ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ സൂപ്പർ. അപ്പം എനിവേ ബ്രോ, thank you so much. behalf of my subscribers and my viewers. You're welcome. അടിപൊളി ആൾക്കാരാണ്, നല്ല സ്വഭാവമാണ്. ഒരു തരത്തിലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനിത് വാങ്ങിയില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി എല്ലാം വലിച്ചിട്ട് തന്നു. ഗുഡ് പീപ്പിൾ. ഇനി നമ്മുടെ അലക്സ് അച്ചായൻ റൂമിലേക്ക് പോവാണ്. അദ്ദേഹം ടയേർഡായി. അദ്ദേഹം നമ്മളെ പോലെയല്ല, കുറച്ച് വയസ്സായ ആളല്ലേ. അപ്പം അദ്ദേഹം ടയേർഡായി. ഞാനിനി ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ടിനെയും കൂട്ടി നേരെ പോകുന്നത് സൊറോസ്ട്രിയൻ ടെമ്പിളിലേക്കാണ്. കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള സ്ഥലമാണ് പോകണം എന്നുള്ളത്.
ഞാൻ ഒരുപാട് പഠിച്ചതാണ് ആ ഒരു മതത്തിനെ പറ്റി. ഏകദേശം 1 വർഷം മുമ്പ് ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ലോകത്തിന് ഏറ്റവും പഴക്കമുള്ളൊരു മതമാണ്. അങ്ങനെ ഇദ്ദേഹം വരുന്നില്ല. ഞാനും നമ്മുടെ ബ്രോയും കൂട്ടിയിട്ട് ഒരു ടാക്സിയിൽ നേരെ പോകുന്നത് സൊറോസ്ട്രിയൻ ടെമ്പിളിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ് കാണിച്ചത്. പിന്നെ പലർക്കും വേണ്ടത് വില്ലേജ് കഥകളാണ്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ ആ ഒരു ടൈപ്പിൽ ശ്രമിക്കും. ഒരു തണുത്ത കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് വില്ലേജിൽ നിന്ന് കയറാൻ പറ്റാതെ. കാരണം ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും റൂം എടുക്കുക എന്നത് മാത്രമാണ് മനസ്സിലുണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ സേഫ്റ്റി കൂടി നോക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ടൗണിൽ ഹോട്ടലിൽ തന്നെ റൂം എടുക്കുന്നത്. പിന്നെ വീഡിയോ എഡിറ്റിങ് ഒക്കെ ഇൻ്റർനെറ്റ് പ്രശ്നം പിന്നെ കറണ്ട് പ്രശ്നം ഇതൊക്കെ കൂടിയാകുമ്പം ടെൻറ്റ് സ്റ്റേ ഒന്നും നടക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ശരി ഗൈസ്, വേറെ എന്താ പറയാല്ലേ അലക്സ്, I will see you on tomorrow. Yeah, see you. Bye, viewers. നമുക്ക് ഇസ്ഫഹാൻ ടു ടെഹ്റാൻ ഞങ്ങൾ ഒരുമിച്ച് റൈഡ് ചെയ്യുന്നത്. റൈഡ് വീഡിയോസ് നമുക്ക് അലക്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരോടും അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.